Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കീമിന്റെ പുതിയൊരു സിലബസ് വന്നിട്ടുണ്ട്. ഓക്കെ, 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സിലബസിൽ നിന്നും കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കെമിസ്ട്രിയിൽ നമുക്ക് ഏകദേശം ഒരു 8 ചാപ്റ്റേഴ്സോളം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൽ നമുക്ക് +2ന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സിൽ നമുക്ക് ചാപ്റ്റർ ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഓരോ ചാപ്റ്ററിൽ ഓരോ യൂണിറ്റിൽ നിന്നും കുറേ പോർഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് പുതിയ സിലബസിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിന്റെ സിലബസുകളിൽ എന്തൊക്കെ ചേഞ്ചസുകൾ വന്നിരിക്കുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് 5 യൂണിറ്റ് ആണ് മാത്സിലുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ആൾജിബ്രയാണ്. ആൾജിബ്രയുടെ അണ്ടറിൽ തന്നെ നമുക്ക് കുറേ ചാപ്റ്ററുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാനുള്ളത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ആണ്. 2 ചാപ്റ്റർ നമുക്ക് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചില ടോപ്പിക്കുകൾ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക്കിൽ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമുക്ക് അപ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് വരെ ഉള്ളൂ. പക്ഷെ പഴയ സിലബസിൽ നമുക്ക് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റീസ്, പോളാർ റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അങ്ങനെ കുറെ ടോപ്പിക്കുകൾ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊക്കെ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ് ടു ഈ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് വരെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലുള്ളൂ. തേർഡ് ചാപ്റ്ററിൽ സീക്വൻസ് ആൻഡ് സീരീസിൽ നമുക്ക് എനി 2 നമ്പേഴ്സ് വരെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും തന്നെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ AP നമുക്ക് ഡിലീറ്റ് ആണ്. ഓക്കെ, ഡിലീറ്റഡ് പോർഷൻ ആണ് AP എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒരു റിലേഷൻ ചോദിച്ചിട്ടുണ്ട്, അതായത് റിലേഷൻ ബിറ്റ്വീൻ AM ആൻഡ് GM എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ റിലേഷൻ AM GM റിലേഷൻ അറിയണമെങ്കിൽ നമുക്ക് AP പഠിച്ചിട്ടേ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് AP എന്ന് പറഞ്ഞ ടോപ്പിക് ഇതിൽ ഡിലീറ്റഡ് ആണ്. പക്ഷെ നമുക്ക് AP എന്താണെന്ന് അറിഞ്ഞാലേ ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന റിലേഷൻ അത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അടുത്തത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം. അതിൽ നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ളത് ഇല്ല. ഓക്കെ അല്ലെ, അതിലാണ് നമുക്ക് മെയിൻ ആയിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് നമുക്ക് ഫുൾ ആയിട്ട് ഇതിൽ ഡിലീറ്റഡ് ആണ്. ഓക്കെ, പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ് ആൻഡ് ബൈനോമിയൽ തിയറം ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആയിരുന്നു. അതിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് തന്നെ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് എവിടെ വരെ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് വരെ നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഡിലീറ്റഡ് അല്ല. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, then അടുത്തത് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് സെക്ഷൻ, അതായത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾ, സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ആൻഡ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾ സിസ്റ്റം, ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് റിമൂവബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെയുള്ളത് ഈ ഒരു ലീനിയർ ഇൻഇക്വാലിറ്റി എന്നുള്ളതിൽ ഈ 2 ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, ദെൻ അതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ഒരു യൂണിറ്റിൽ വരുന്ന വേറൊരു ടോപ്പിക് ആയിരുന്നു മാത്തമാറ്റിക്കൽ റീസണിങ്. അതും നമുക്ക് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു നെഗേഷൻ, കണക്ഷൻ വേർഡ്സ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഫുൾ റിമൂവബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദ സെക്കൻഡ് യൂണിറ്റ് ട്രിഗണോമെട്രിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ റിമൂവ് ചെയ്തിട്ടില്ല. ട്രിഗണോമെട്രി നമുക്ക് ആസ് യൂഷ്വൽ പഴയ സിലബസ് എന്താണോ അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഈ ഒരു അതിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, ഇതെല്ലാം തന്നെ നമുക്ക് തന്നിട്ടുള്ളതാണ്. പുതിയ സിലബസിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ഓഫ് നമ്പേഴ്സ്, ഇതെല്ലാം തന്നെ ആ ഒരു സെയിം നമുക്ക് സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോമെട്രി ആണ്. ജിയോമെട്രിയിൽ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഴയ സിലബസിൽ ലൈൻസ് ആൻഡ് ഫാമിലി ഓഫ് ലൈൻസ് ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ഫാമിലി ഓഫ് ലൈൻസ് എന്നുള്ള ടോപ്പിക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ലൈൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ നമുക്ക് എക്സാമിനുള്ളൂ. അതായത് അതിൽ ലാസ്റ്റ് നമുക്ക് പഴയ സിലബസ് ഇക്വേഷൻ ഓഫ് ഫാമിലി ലൈൻസ് ആൻഡ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോണിക് സെക്ഷൻ ആസ് യൂഷ്വൽ എന്താണോ അത് സെയിം തന്നെയാണ്. വെക്ടേഴ്സും അത് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെക്ടേഴ്സും കംപ്ലീറ്റ് പോയിന്റ്സ്, കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് 3 ഡയമെൻഷണൽ ജിയോമെട്രി. ഇതിൽ നമുക്ക് ജസ്റ്റ് ലൈൻസിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. പ്ലെയിൻ സെക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക് തൊട്ട് നമുക്ക് റിമൂവബിൾ ആണ്. ദാറ്റ് ഈസ് അപ് ടു ഈ ഒരു 2 ലൈൻസ് വരെ നമുക്ക് എക്സാമിനുള്ളൂ. അതായത് ഒരു കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ തൊട്ട് നമുക്കൊരു സിലബസ് ഏകദേശം ഒരു പകുതിയിൽ നിന്ന് താഴത്തേക്കുള്ള ഫുൾ ടോപ്പിക്സും, അതായത് പ്ലെയിൻ സെക്ഷൻ മുഴുവനും നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അതൊന്നും തന്നെ നമുക്ക് ഈ ഒരു പുതിയ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ അടുത്തത് 4th സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
അതിൽ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ്. അതിൽ നമുക്ക് ആ ഒരു അപ് ടു ബേസ് തിയറം വരെ ഉള്ളൂ അല്ലെ. അതിനുശേഷം റാൻഡം വേരിയബിൾസ്, then probability distribution of random variables and its mean and variance, repeated independent trials and binomial distribution. ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ നമുക്ക് റിമൂവബിൾ ആണ്. ഓക്കെ, അതൊന്നും നമുക്ക് ഈ ഒരു എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കാൽക്കുലസ് ആണ്. 5th യൂണിറ്റ് കാൽക്കുലസ് ആണ്. കാൽക്കുലസിൽ നമുക്ക് റിമൂവബിൾ ആയിട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഫംഗ്ഷൻസ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. എല്ലാ ടോപ്പിക്കുകളും നമുക്ക് വരുന്നുണ്ട് എക്സാമിന്. സെക്കൻഡ് വരുന്നത് ഡിഫറൻസിയേഷൻ ആണ്. അതിലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും തന്നെ വരുന്നുണ്ട്. അതിൽ റിമൂവബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും വരുന്നില്ല. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതിൽ ആ ഒരു ലാസ്റ്റ്, അതായത് റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം, അതുപോലെ അപ്രോക്സിമേഷൻ ബൈ ഡിഫറൻഷ്യൽ, സിമ്പിൾ പ്രോബ്ലംസ്, അത്രയും ടോപ്പിക്കുകൾ നമുക്ക് ഡിലീറ്റഡ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ അപ് ടു ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ വരെ നമുക്ക് എക്സാമിനുള്ളൂ. ഓക്കെ, അടുത്തത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അതെല്ലാം തന്നെ ബാക്കി വരുന്ന എല്ലാ ടോപ്പിക്കുകളും നമുക്ക് എക്സാമിന് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 യൂണിറ്റിൽ ഓൾമോസ്റ്റ് ഒരു ഓരോ യൂണിറ്റിൽ നിന്നും ചില പകുതി പോർഷൻസ് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇതൊക്കെ സെയിം സിലബസിലൊന്നും ചേഞ്ചസുകൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഫിസിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് +2 വരുന്ന ലാസ്റ്റ് യൂണിറ്റ്, അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള 20th യൂണിറ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ട്. പക്ഷേ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ചില ടോപ്പിക്കുകൾ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഈ ഒരു ഇത്രയും ടോപ്പിക്സുകളേ ഉള്ളൂ. അതിൽ ആ ഒരു ഫിസിക്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റഡ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ലെങ്ത്, മാസ് ആൻഡ് ടൈം മെഷർമെന്റ്സ്, അക്യുറസി, പ്രിസിഷൻ ഓഫ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ്, എറേഴ്സ് ഇൻ മെഷർമെന്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആകെ ഈ ഇത്രയും ടോപ്പിക്സുകൾ മാത്രം പഠിച്ചാൽ മതി. അടുത്തത് കൈനമാറ്റിക്സിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്, അതിൽ ഡിലീറ്റഡ് ഒന്നുമില്ല. അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷനിൽ നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ വെഹിക്കിൾ ഓൺ, ഓക്കെ, എല്ലാ ടോപ്പിക്കുകളും തന്നെ നമുക്ക് കവറിംഗ് ആണ്. ഓക്കെ, അതേപോലെ അടുത്ത യൂണിറ്റ് ആയിട്ടുള്ള വർക്ക്, എനർജി, പവർ, അതിലും നമുക്ക് ഡിലീറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത യൂണിറ്റ് ഏതാണ്? മോഷൻ ഓഫ് സിസ്റ്റം പാർട്ടിക്കിൾസ്, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിലീറ്റഡ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതൊക്കെ +1 വരുന്ന ടോപ്പിക്കുകളാണ് അല്ലെ, ഇതിലൊന്നും നമുക്ക് വരുന്നില്ല. അടുത്ത 6ാമത്തെ യൂണിറ്റ് ഗ്രാവിറ്റേഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഡിലീറ്റ് ആണ്. അപ് ടു എവിടെ വരെ നമുക്ക് വരുന്നത്? ആ ഒരു എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്, അത്രയും ടോപ്പിക്കുകൾ നമുക്കുള്ളൂ. അതിൽ നിന്ന് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ ആണ്. അതിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഡിലീറ്റഡ് ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് തെർമോഡൈനാമിക്സിൽ നമുക്ക് വരുന്ന ലാസ്റ്റ് വരുന്ന ഹീറ്റ് എഞ്ചിൻസ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്സ് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് വരുന്നത് ആ ഒരു റിവേഴ്സിബിൾ പ്രോസസ്, കാർനോട്ട് എഞ്ചിൻ, അത്രയും ടോപ്പിക്സുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ലാസ്റ്റ് വരുന്ന ഹീറ്റ് എഞ്ചിൻസും റെഫ്രിജറേറ്റേഴ്സും നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അടുത്ത 9ാമത്തെ ചാപ്റ്റർ ആയ ബിഹേവിയറൽ പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി, അതിലൊന്നും ഡിലീറ്റഡ് വരുന്നില്ല. അടുത്ത യൂണിറ്റ് ഓസിലേഷൻസിൽ നമുക്ക് കുറെ ടോപ്പിക്കുകൾ ഡിലീറ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഒരു ഫ്രീ, ഫോഴ്സ്ഡ് ആൻഡ് ഡാംപ്ഡ് ഓസിലേഷൻസ് വന്നിരുന്നു, റെസൊണൻസ്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഡോപ്ലർ എഫക്റ്റ്, ഓക്കെ, ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഈ ഒരു ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് +1ന്റെ ടോപ്പിക്കുകൾ വരുന്നത്. അടുത്തത് 11th ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആ ഒരു വാൻഡേഗ്രാഫ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു ടോപ്പ് വാൻഡേഗ്രാഫ് ജനറേറ്റർ എന്നുള്ളത് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഇനി 12th ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റി, ഇതിൽ നമുക്ക് കുറെ ടോപ്പിക്കുകൾ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അതായത് കാർബൺ റെസിസ്റ്റേഴ്സ്, ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വരുന്ന കാർബൺ റെസിസ്റ്റൻസ്, കാർബൺ കോഡ് റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, ഇതൊക്കെ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്, അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. കിർച്ചോഫ്സ് ലോസ് ഓഫ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ദെൻ ബീറ്റ്സ് ഓൺ ബ്രിഡ്ജ് മാത്രമേ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ പഴയ സിലബസിൽ നമുക്ക് മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, ഇതൊക്കെ ഡിലീറ്റഡ് പോർഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് കിർച്ചോഫ്സ് ലോസ് ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻസും ബീറ്റ്സ് ഓൺ ബ്രിഡ്ജും മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ, ഈ ഒരു കറന്റ് ഇലക്ട്രിസിറ്റിയെ. ഓക്കെ, അടുത്ത 13ാമത്തെ യൂണിറ്റിൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് മാഗ്നറ്റിക്സിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ 2-3 ഡിലീറ്റഡ് ആണ്. അതായത് എർത്ത്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് എലമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഒരു ടോപ്പിക് ഡിലീറ്റഡ് ആണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്
affecting their strength, permanent magnets. ഈ ഒരു 4 ടോപ്പിക് നമുക്ക് ഈ ഒരു 13ാമത്തെ യൂണിറ്റിൽ നിന്നും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 14ാമത്തെ ടോപ്പിക്കിൽ നമുക്ക് ഡിലീറ്റഡ് ഒന്നുമില്ല. 15ാമത്തെ ടോപ്പിക് സെയിം തന്നെയാണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിലീറ്റഡ് ആയിട്ടൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത 16ാമത്തെ ടോപ്പിക്സ് ഒപ്റ്റിക്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഡിലീറ്റഡ് ആണ്. പിന്നെ ഹ്യൂമൻ ഐസ്, അതിനെക്കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങളായി ഇമേജ് ഫോർമേഷൻ, പിന്നെ മയോപ്പിയയുടെ ഹൈപ്പർ മെട്രോപ്പിയ, ഇതൊന്നും നമുക്ക് വരുന്നില്ല. ഇതൊക്കെ നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് സിലബസിന്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്സ് ആൻഡ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്സ്, അതൊരു ഡിലീറ്റഡ് പോർഷൻ ആണ്. ബ്രൂസ്റ്റേഴ്സ് ലോ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കുകൾ വരുന്നത്. അടുത്ത യൂണിറ്റ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഡി ബ്രോഗ്ലി റിലേഷൻസിന് ശേഷം ഡാവിസൺ ജർമർ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റഡ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ നമുക്ക് പ്രത്യേകിച്ച് ഡിലീറ്റഡ് ഒന്നുമില്ല, എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഇലക്ട്രോണിക് ഡിവൈസസിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ലാസ്റ്റ് ഡിലീറ്റഡ് ആണ്. അതായത് നമുക്ക് അപ് ടു ആ ഒരു ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളൂ അല്ലെ. ആ ഒരു ഡയോഡ് ആസ് എ റെക്ടിഫയർ എന്നുള്ള ടോപ്പിക്സ് വരെ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് വരുന്ന ആ ഒരു LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽസ്, അതുപോലെ തന്നെ സെറർ ഡയോഡ്, പിന്നെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, ട്രാൻസിസ്റ്ററിന്റെ കുറെ ലോജിക്കൽ ഗേറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ ആകെ നമുക്ക് ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ദെൻ 20ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള ഒരു ചാപ്റ്റർ എൻറ്റയർലി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫിസിക്സിന്റെ കാര്യം നോക്കുന്നത്. കെമിസ്ട്രിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയിൽ നമുക്ക് ഏകദേശം 8 ചാപ്റ്ററോളം നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് 26 ആണ്. പ്ലസ് 1 പ്ലസ് 2 കമ്പൈൻ ചെയ്ത് നമുക്ക് 26 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ നമുക്ക് 18 ചാപ്റ്റേഴ്സ് അവർ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിയർലി 8 ചാപ്റ്റേഴ്സ് ആർ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നുണ്ട്, അതായത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി നമുക്ക് വരുന്നുണ്ട്. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്ക് ആസ് യൂഷ്വൽ ഫീൽഡ് ഓർബിറ്റൽസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് സിലബസ് ആണ് നമുക്ക് വരുന്നത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ആ ഒരു ടോപ്പിക് വരുന്നുണ്ട്. യൂണിറ്റ് 5 നമുക്ക് ഡിലീറ്റഡ് ആണ്. അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഗ്യാസസ്, ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 5 വന്നിരിക്കുന്നത് ഏതാണ്? തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, യൂണിറ്റ് 6 തെർമോഡൈനാമിക്സ് ഉണ്ട്. ദെൻ ഇക്വിലിബ്രിയം നമുക്ക് വരുന്നുണ്ട്. പിന്നെ റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അത് നമുക്ക് ഉണ്ട് കംപ്ലീറ്റഡ് ആയിട്ട്. കൊറോഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. ദെൻ അടുത്ത ചാപ്റ്റർ സൊല്യൂഷൻസ് നമുക്ക് വരുന്നുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ പഴയ സിലബസിലുള്ള 11th ചാപ്റ്റർ ആയ സർഫേസ് കെമിസ്ട്രി നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, സർഫേസ് കെമിസ്ട്രി ഡിലീറ്റഡ് ആണ്. യൂണിറ്റ് 12 ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഡിലീറ്റഡ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞാൽ അടുത്ത 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്സ് ആണ്. അതായത് നമ്മുടെ പഴയ സിലബസിലുള്ള 14ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഇനി 10ാമത്തെ ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോർഡിനേഷൻ കോമ്പോണന്റ്സ് ഡിലീറ്റഡ് അല്ല, അത് നമുക്ക് ന്യൂ സിലബസിലും ഉണ്ട്. 16ാമത്തെ ചാപ്റ്റർ ആയ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഏതാണ്? ഓർഗാനിക് കെമിസ്ട്രി ആണ്. ദാറ്റ് സം പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അടുത്ത ഹൈഡ്രോ കാർബൺസ് നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഹാലോകെയിൻസ് ആൻഡ് ഹാലോ അരനേറ്റ്സ്, അത് നമുക്ക് വരുന്നുണ്ട്. ആൽക്കഹോൾസ് ആൻഡ് ഫിനോയിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, ഇതൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളാണ്. ഓക്കെ, 16ാമത്തെ ചാപ്റ്റർ. പിന്നെ 17ാമത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് കണ്ടെയ്നിങ് നൈട്രജൻ, അത് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ദെൻ നമുക്ക് വരുന്നത് ലാസ്റ്റ് വരുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ഓക്കെ, 18ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബയോമോളിക്യൂൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ സിലബസിലുള്ള 24th ചാപ്റ്റർ ആയ പോളിമേഴ്സ് ഡിലീറ്റഡ് ആണ്. 25th ചാപ്റ്റർ ആയ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് ഡിലീറ്റഡ് ആണ്. ദെൻ 26th ചാപ്റ്റർ ആയ എൻവയോൺമെന്റൽ കെമിസ്ട്രി, ഈ 3 ചാപ്റ്ററും ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് കെമിസ്ട്രിയിൽ 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പുതിയ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പഴയ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു 30 അല്ലെങ്കിൽ 40% സിലബസ് നമുക്ക് ഡിലീറ്റഡ് ആണ്. അപ്പൊ ഒരു പുതിയ സിലബസ് വെച്ചിട്ട് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എല്ലാ ടോപ്പിക്സുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹൈലൈറ്റ്സ് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ MCQ മാരത്തോൺ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള MCQ മാരത്തോണും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.